നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു, ശരിയാണ്. പല രീതിയിലുള്ള ഡയലോഗുകളൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നു. കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ തമാശക്കാണ്, ആ രീതിയിലൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ നറേറ്റ് ചെയ്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മക്ക എന്നാണ് വിളിക്കുന്നത് ഈ ഒരു വേർഡ്, MAGA, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതാണ് ഇതിന്റെ ഒരു സ്ലോഗൻ. അപ്പൊ ആ രീതിയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലോഗൻ ആയിട്ടാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും പവർഫുൾ മാൻ ആയിട്ടുള്ള എലോൺ മസ്കും കൂടെ ഉണ്ട്. എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡെഫിനിഷൻ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനാണ് എലോൺ മസ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. അപ്പൊ പുള്ളി ഇതിന്റെ ഒപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ട്രംപ് ഇപ്പോൾ വരുന്നത് എക്സ്പാൻഷൻ തിയറിയുമായിട്ടാണ്. ഈ എക്സ്പാൻഷൻ തിയറി ആണോ ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റ് അമേരിക്ക എന്ന് ട്രംപ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ പുള്ളി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അമേരിക്കയുടെ മാപ്പ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ അമേരിക്കൻ മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മാപ്പ് എങ്ങനെയാണ് ആ ഒരു മാപ്പ് വന്നിരിക്കുന്നത്? ആ മാപ്പിൽ എന്താണ് പറയുന്നത് പറഞ്ഞാല്, അതായത് കാനഡയ്ക്ക് ഒരു വിഷയമുണ്ട്, അതിലുപരിയായിട്ട് പനാമ കനാൽ, അതാണ് പുള്ളി ഏറ്റവും സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പനാമ കനാലിനെ ഇത്രയും ഡീപ്പായിട്ട് ട്രംപ് മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ട്രൂമാന്റെ കാലഘട്ടത്താണ് ഈ ഒരു പനാമ കനാൽ പനാമയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ പനാമ കനാലിന്റെ ചരിത്രം വേറെയാണ്. ഈ പനാമ കനാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കനാലാണ്. അമേരിക്കയുടെ ഉള്ളിലേക്ക് ട്രേഡ് വെസൽസ്, ഈ മെർച്ചന്റ് ഷിപ്പുകൾ കയറി പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കനാൽ കടന്നേ പോകാൻ പറ്റുള്ളൂ. ഈ കനാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷിപ്പ് വെള്ളം നിറയ്ക്കണം, ഷിപ്പ് കൊണ്ട് ഒരു പ്രത്യേക ഏരിയയിൽ ലോക്ക് ചെയ്തിട്ട് ഷിപ്പിനെ കൊണ്ട് ഡോക്ക് ചെയ്യണം, പിന്നെ അതിനുശേഷം പിന്നെയും വെള്ളം നിറയ്ക്കണം, അങ്ങനെ റിലീസ് ചെയ്ത് മാത്രമേ ഈ പനാമ കനാൽ കടന്നു പോകാൻ പറ്റുള്ളൂ. അത്രമാത്രം റിസ്ക് ഉള്ള ഒരു കനാലാണിത്. അപ്പൊ അതൊരു കൺസ്ട്രക്ഷൻ മാർവലസ് എന്ന് തന്നെ പറയാം ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അത് പണിതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അന്നത്തെ പൈസയ്ക്ക് ഏതാണ്ട് $1 ട്രില്യൺ അമേരിക്കൻ ഡോളർ സ്പെൻഡ് ചെയ്തിട്ടാണ് അമേരിക്ക തന്നെയാണ് ഇത് പണിയുന്നത്. ഇത് മിലിറ്ററി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കനാൽ പണിയുന്നത്, അല്ലാതെ ഇത് സാധാരണ ഉപയോഗത്തിന് വേണ്ടി പണിതല്ല. ഇതിന്റെ മിലിറ്ററി ഉപയോഗം കഴിഞ്ഞ പാട് ഈ ഒരു കനാൽ ശരിക്കും പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ അമേരിക്ക എന്ത് ചെയ്ത് ഇത് പനാമ തന്നെ വെച്ചോട്ടെ എന്ന് പറഞ്ഞാൽ $1 കണ്ടാണ് ഫ്രീ ആയിട്ട് കൊടുത്താണ്. പിന്നെ അതിനുശേഷം പനാമ ഇതിന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനെ അവർ ടാക്സേഷനിൽ ഉൾപ്പെടുത്തുകയും പിന്നെ അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്കൊക്കെ അമേരിക്കൻ വെസൽസിനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് ടാക്സ് എക്സംഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പതിയെ അവർ മറ്റുള്ളവരെക്കാളും കൂടുതൽ ചാർജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഇനിയിപ്പോ എന്തുകൊണ്ടാണ് ഇപ്പം ട്രംപ് ഈ പനാമ കനാലിനെ ഇത്രമാത്രം സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതിൽ ഒരു കാര്യം പറയുന്നത് ത്രെട്ടാണ്. ഇത് ട്രംപ് പറയുന്നത് ഇത് അമേരിക്കയ്ക്ക് ഒരു സെക്യൂരിറ്റി ത്രെട്ടാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ പനാമ കനാലിന്റെ രണ്ട് വശത്തും, ഒരു വശത്ത് ചൈന, മറ്റൊരു വശത്ത് റഷ്യ, ഇവർ രണ്ടുപേരുടെയും ഡോമിനൻസ് ആണ് ഈ പനാമ കനാൽ നടക്കുന്നത്. ഈ പനാമ കനാൽ കൊടുത്ത കണ്ടീഷൻ എന്താണ്? ആ എഗ്രിമെന്റ് വായിച്ചു നോക്കണം വല്ലപ്പോഴും. ആ എഗ്രിമെന്റ് പ്രകാരമാണോ നിങ്ങൾ നടക്കുന്നത്? ഇതിൽ ഒരുപാട് എഗ്രിമെന്റ് വയലേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കനാല് ഒന്നെങ്കിൽ തിരിച്ചു തരിക, അമേരിക്കയ്ക്ക് തിരിച്ചു തരിക. സ്വമേധയാ നിങ്ങൾ തിരിച്ചു തരുന്നില്ല എന്നുണ്ടെങ്കിൽ സൈനിക നടപടി എടുക്കും എന്നാണ് പറയുന്നത്. ഈ സൈനിക നടപടി എടുക്കും എന്ന് പറഞ്ഞാൽ അത് പനാമയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ചെറിയ കാര്യമല്ല. കാരണം പനാമയ്ക്ക് അങ്ങനെ അമേരിക്കയെ എതിർത്ത് നിൽക്കാനുള്ള യാതൊരു കെൽപ്പുമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പനാമ കനാലിനെ അമേരിക്കയ്ക്ക് വിട്ടു തരിക എന്നുള്ളതാണ്. പിന്നെ ഈ പനാമ കനാല് പണിതത് അമേരിക്കയാണ്. 38,000 സോൾജേഴ്സ് ഈ കനാല് പണിയുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് വെച്ചാൽ അന്ന് മലേറിയയ്ക്കൊന്നും മരുന്നൊന്നുമില്ലായിരുന്നു. അപ്പൊ അന്ന് ആ ഏരിയയിൽ മൊത്തം നല്ല രീതിയിലുള്ള കൊതുകുകളായിരുന്നു. ഈ കൊതുക് കടി കൊണ്ട് മലേറിയ നല്ല രീതിയിൽ പടർന്നു പിടിച്ച് ആ പണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഏതാണ്ട് 38,000 ആൾക്കാർ അന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇമാതിരിയുള്ള ഹിസ്റ്ററി, ചരിത്രമൊക്കെ ഉള്ള ഒരു കനാലാണ്. അമേരിക്കയുടെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് അതിന്റെ പുറകിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചു തരിക എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അപ്പം അതിന്റെ ലക്ഷ്യം വളരെ ക്ലിയർ ആണ്. അയാളുടെ ഉദ്ദേശശുദ്ധി എല്ലാം തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഇതുകൊണ്ട് തന്നെയാണ് പനാമ കനാലിനെ അമേരിക്ക ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ തൽക്കാലമുള്ള ഇത് കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് അത് വേറെ. ഇപ്പൊ നിലവിൽ അതിനകത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന അത്രയും വെസൽസും ടാക്സേഷൻസും കാര്യങ്ങളൊക്കെ അത് അമേരിക്കയ്ക്ക് ഒരു ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പം ട്രംപിന്റെ ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയിലുള്ള ഒരു മൈൻഡ് സെറ്റ് അവിടെ വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് എപ്പോഴും അങ്ങനെയാണ്. ട്രംപ് അയാളുടെ ബിസിനസ്മാൻ എന്നുള്ള ഒരു ഇൻഡയറക്റ്റ്, ആ എക്കണോമി എപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ട് അയാൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും അയാളുടെ എല്ലാ ആശയങ്ങളും പുറത്തു വരുന്നത്. അത് കാരണം വേറെ ഒന്നുമില്ല, അയാൾ ട്രംപ് ആയതുകൊണ്ടാണ്. ട്രംപ് എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ അമേരിക്കയിൽ ചില്ലറയല്ല ഉള്ളത്. അടുത്ത വിഷയമാണ് നമ്മുടെ കോമഡി താരം ജസ്റ്റിൻ ട്രൂഡോ റിസൈൻ ചെയ്തു, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പോഴും അനിത എന്ന് പറഞ്ഞ ഏതോ ഒരു ഇന്ത്യൻ ഒറിജിനെയാണ് ഈ ഒരു ലിബറൽ പാർട്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അത് അവർ വന്ന് പൊസിഷനിൽ വരുന്നത് വരെ ഒരു പക്ഷേ ഇയാൾ തന്നെ ആയിരിക്കും അവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തുടരുക കാനഡയിൽ.
അപ്പൊ ട്രംപ് കൃത്യമായിട്ടുള്ള ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത് 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കാനഡയെ ചേർക്കുക, എന്നിട്ട് കാനഡയിൽ ഗവർണറായിട്ട് നിങ്ങൾ തുടരാം, നിങ്ങൾ അവിടെ വിജയിക്കുന്ന ആൾക്കാർക്ക് ഗവർണറായിട്ട് തുടരാം. അവിടെ ഇപ്പൊ ഇനിയിപ്പോൾ അടുത്ത് പിയർ പൊലിവർ ആണ് വരുന്നുണ്ടെങ്കിൽ ഗവർണറായിട്ട് തുടരാം എന്നുള്ള രീതിയിലാണ് ട്രംപ് പറയുന്നത്. ഒരു വിഭാഗം കനേഡിയൻസിനും ഇതിനോട് താല്പര്യം തന്നെയാണ്, ട്രംപിന്റെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. ട്രംപ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഏതാണ്ട് 200 ബില്യൺ എവറി ഇയർ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, 200 ബില്യണോളം കാനഡയ്ക്ക് കൊടുക്കുന്നുണ്ട് പൈസ ഇവിടെ അമേരിക്കയിൽ നിന്നും പല രീതിയിലുള്ള എയ്ഡുകളായിട്ടാണ് കൊടുക്കുന്നത്. അത് നമ്പർ 1. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അവിടെ നിന്ന് കുറച്ച് കാർ ഇവിടെ കയറ്റി അയക്കുന്നുണ്ട്, കാർ മാനുഫാക്ചറിങ്. അത് വേണമെങ്കിൽ ഇവിടെ ഡെട്രോയിഡിൽ ഞങ്ങൾക്ക്, ഡെട്രോയിഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ തന്നെ മാനുഫാക്ചറിങ് ചെയ്യാം ഇവിടെ US-ൽ, മെയ്ഡ് ഇൻ USA കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അയാൾ കുറച്ച് ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ടാണ് ഈ ഒരു ഡയലോഗ് പറയുന്നത്. സീരിയസ് ടോക്കാണ്, വളരെ സീരിയസ് ടോക്കാണ്. അപ്പൊ അന്ന് ഡിന്നറിന്റെ ടൈമിൽ ട്രൂഡോ എടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു തമാശയായിട്ട് തോന്നിയെങ്കിലും ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റിങ്ങോടെയാണ് പുള്ളി സംസാരിക്കുന്നത്. പുള്ളി പറയുന്നത് പിന്നെ ഏതാണ്ട് 25% എനർജി കാനഡയിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട്, പിന്നെ കുറച്ച് മിൽക്ക് പ്രോഡക്ട്സും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേറെ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ 25% എനർജി എന്ന് പറയുന്നത് ഞങ്ങൾ തരുന്ന 200 ബില്യൺ എന്ന് പറഞ്ഞ എമൗണ്ടിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും താരതമ്യേന അത് ഒന്നുമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിലുപരിയായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മിലിറ്ററി സെക്യൂരിറ്റി തൊട്ട് എല്ലാ കാര്യങ്ങളും തരുന്നത് അമേരിക്കയാണ്. അമേരിക്ക ഇല്ലാതെ നിങ്ങൾക്ക് ഒരു നിലനിൽപ്പില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു രാജ്യം? ഒരുപാട് സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട്, നിങ്ങൾ മനുഷ്യക്കടത്ത് പോലത്തെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, മരുന്നുകൾ കച്ചവടം, മറ്റേ മരുന്ന് കച്ചവടം, അതുപോലെ ഈ മെക്സിക്കോയിൽ നിന്ന് കയറി വരുന്നവന്മാർ ആ രീതിയിൽ കാനഡ ത്രൂ അമേരിക്കയിൽ വന്ന് നുഴഞ്ഞു കയറുന്നത്, ഈ വക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിനങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒറ്റ സ്റ്റേറ്റ് ആയിട്ടിരിക്കാൻ തന്നെയാണ് ഭംഗി, മാപ്പിൽ വരെ അതാണ് ഭംഗി എന്നുള്ള രീതിയിൽ അയാൾ ഒരു മാപ്പൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വിഷയം പറഞ്ഞിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി അഥവാ അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറഞ്ഞ പാടെ ട്രൂഡോ ഇതിനെ പ്രതികരിച്ചിരിക്കുന്നു. അതായത് ഞങ്ങൾ നരകത്തിൽ പോയി വീണാലും ഞങ്ങൾ സെപ്പറേറ്റ് കാനഡ ആയിട്ടേ പോയി വീഴുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഒരിക്കലും അമേരിക്കയുമായിട്ട് ചേരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള ഡയലോഗാണ് പിന്നെ ട്രൂഡോ പറഞ്ഞത്. ട്രൂഡോയെ ട്രംപ് ഒരു രീതിയിലും വകവയ്ക്കുന്നില്ല. ട്രൂഡോ ഇപ്പൊ പറഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കേണ്ട അവസ്ഥയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ രീതിയിലുള്ള ഒരു ആരോപണമായിട്ട് എടുത്തുകൊണ്ട് ട്രംപ് മറുപടി പറയാനൊന്നും പോയില്ല. പക്ഷേ പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി അഥവാ കാനഡ ഇങ്ങോട്ട് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ കാനഡയ്ക്ക് കൊടുക്കാൻ പോകുന്ന എക്കണോമിക് ഷോക്ക് അതാണ് കൊടുക്കാൻ പോകുന്ന അയാൾ. കാനഡയുടെ മേളിൽ മറ്റുള്ള രാജ്യങ്ങളെ പോലെ പനാമയെ പോലെ ഈ സൈനിക നടപടിയൊന്നും അവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. അല്ലാതെ പുള്ളി ഉദ്ദേശിക്കുന്നത് എക്കണോമിക് പരമായിട്ട് അവരെ വീക്കൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടാക്സിന്റെ മേളിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുക, അവിടെ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾക്ക് ഹൈ ടാരിഫ് കൊടുക്കുക. ആ ഒരു രീതി ആകുമ്പോഴത്തേക്ക് എന്താവും, അവിടെ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾ ഇറക്കാൻ വരാത്ത അവസ്ഥ വരും. അവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ തന്നെ അതിന്റെ എക്സ്പെൻസസ് വളരെ കൂടുതലായിരിക്കും. ആ സാധനങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ വിറ്റുപോകാനും ഭയങ്കര പ്രയാസമായിരിക്കും, കാരണം പ്രൈസ് കൂടുമല്ലോ. അപ്പൊ ആ രീതിയിൽ അവരെ കോർണറൈസ് ചെയ്യും. അത് എക്കണോമിക്കലി വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് കാനഡയ്ക്ക് ഉണ്ടാക്കും. കാനഡ സ്വമേധയായിട്ട് വന്ന് പൈസ ചോദിക്കും, വീണ്ടും എയ്ഡ് ചോദിക്കും, ഈ 200-400 ആക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും ബെറ്റർ നമ്മളത് തരത്തില്ല. ആ രീതിയിൽ അവരെ സ്ക്യൂസ് ചെയ്ത് പിഴിഞ്ഞ് അമേരിക്കയോട് ചേർക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ഇത് രണ്ടാമത്തെ വിഷയമാണ്. പിന്നെ അടുത്ത ട്രംപ് എയിം ചെയ്യുന്നത് ഗ്രീൻലാൻഡ്. ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് ചേർക്കുക എന്നുള്ളതാണ്. ഇത് അയാൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഗ്രീൻലാൻഡ് തൽക്കാലം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ ആയിട്ട് നിലകൊള്ളുന്നെങ്കിലും ഈ ഗ്രീൻലാൻഡിന്റെ പരമാവധി കൺട്രോൾ ചെയ്യുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് ഇതിനകത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഡെൻമാർക്കിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ട്രംപിന് അതൊരു പുല്ലുവിലയാണ്. ട്രംപ് പറഞ്ഞത് ഞാൻ സൈനിക നടപടി എടുക്കുന്നത്, ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് ചേർക്കണമെന്ന് വളരെ വളരെ നിഷ്കരണം പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഗ്രീൻലാൻഡിന് ഒരുപാട് സോഴ്സുകളുണ്ട്, നാച്ചുറൽ സോഴ്സുകൾ. ലിഥിയം, ക്രൂഡ്, ഇതിന്റെ കൂമ്പാരമാണ് ഗ്രീൻലാൻഡിൽ. അപ്പൊ ഇത് ബിസിനസ് പരമായിട്ടുള്ള താല്പര്യം തന്നെയാണ്. ഇത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ ആ ഒരു വാക്യത്തിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ ഒരു ഗ്രീൻലാൻഡ് അക്സഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, ആ രീതിയിൽ പുള്ളി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ ചൊല്ലി ട്രംപ് സംസാരിക്കുകയും അതിന്റെ പിറ്റേന്ന് തന്നെ ഉടനെ ട്രംപിന്റെ മകൻ അവിടെ പോയി ലാൻഡ് ചെയ്യാണ്. ഗ്രീൻലാൻഡിൽ ഒരു സൈഡിൽ പോയി ലാൻഡ് ചെയ്യാണ്. അവിടെ ലാൻഡ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പുള്ളി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പബ്ലിഷ് ചെയ്ത പാടെ തന്നെ ഒരുപാട് കമന്റുകൾ അതിനകത്ത് വരുന്നുണ്ട് പോസിറ്റീവായിട്ട്. അവിടെ ഒരു കൂട്ടം മനുഷ്യർ അമേരിക്കയോട് ചേരാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള താല്പര്യ പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് കേട്ട പാടെ പെട്ടെന്ന് തന്നെ മറ്റേ ആൾ ഇവിടെ നിന്ന് നമ്മുടെ എലോൺ മസ്ക് അതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ ചേർന്ന് അമേരിക്കയോട് ചേർന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും, പുരോഗതി ഉണ്ടാവും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ് നമ്മുടെ ഇലോൺ മസ്ക്. ഇതിനെ അമേരിക്കയിൽ മൊത്തം ഏറ്റുപിടിച്ച് 2 ദിവസങ്ങളായിട്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ മൊത്തം ഇത് വൈറലായിരുന്നു, ഈ ഒരു ഗ്രീൻലാൻഡ് ഇഷ്യൂ. അപ്പൊ ഇത് ഡെൻമാർക്ക് ചെറിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. പക്ഷേ അമേരിക്ക കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങൾ സൈനിക നടപടിക്ക് മുതിരാൻ യാതൊരു മടിയും കാണിക്കത്തില്ല. ഈ ഡെൻമാർക്കൊക്കെ എന്ത് ചെയ്യാൻ ഈ അമേരിക്കയുടെ അടുത്ത്? അമേരിക്കയുടെ സൈനിക നടപടിയെ എതിർക്കാനുള്ള കെൽപ്പൊന്നും ഈ ഡെൻമാർക്കിനൊന്നും ഇല്ല. സൈനിക നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കണ്ട, ആ രാജ്യം ഇങ്ങോട്ട് ചേരുക തന്നെ, അതിനകത്ത് വേറെ മാർഗമൊന്നുമില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്ത് സംസാരിക്കുന്നത് പറഞ്ഞാൽ
അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ പൊസിഷൻ അല്ല. ആ പൊസിഷനിൽ വരാൻ പോകുന്ന ആളാണ് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിജയിച്ച ഉടനെയോ അല്ലെങ്കിൽ ഇലക്ഷന്റെ ക്യാമ്പയിനായിട്ടോ പറഞ്ഞ കാര്യമല്ല. വിജയിച്ച് വന്ന ഒരാൾ ഉത്തമ ബോധ്യത്തോടു കൂടി ഇനി ഒരു 10 ദിവസം കഴിഞ്ഞ് പൊസിഷനിൽ കയറാനിരിക്കുന്നതിന്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത് വ്യക്തമായിട്ട് എന്താണ് മനസ്സിലാക്കി തരുന്നത് പറഞ്ഞാൽ 2025 എന്ന് പറഞ്ഞൊരു വർഷം അമേരിക്കയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളുമായിട്ട് എക്സ്പാൻഷൻ തിയറിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അമേരിക്കയാണ് കാണാൻ കഴിയുക. 2025 വർഷം മൊത്തം ഈ ഒരു സംസാരം ഗ്രീൻലാൻഡ്, ഡെൻമാർക്ക്, കാനഡ, പനാമ ഈ വക ഇഷ്യൂസ് ആയിരിക്കും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. ഇത് തന്നെയായിരിക്കും സംസാരിക്കപ്പെടാൻ പോകുന്നത്. ഈ വിഷയങ്ങൾ വളരെ ക്രൂഷ്യൽ ആയിട്ട് വരാൻ പോവുകയാണ്. അടുത്തതായിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് മെക്സിക്കോയാണ്. മെക്സിക്കോ നിങ്ങളുടെ കലാപരിപാടികൾ മൊത്തം നിർത്തുക. കാരണം ഈ മെക്സിക്കോയിൽ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കയിലോട്ട് അഭയാർത്ഥികളെ കയറ്റിവിടുകയാണ്. പല വീഡിയോസും ഇതിന് പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്ക സർവൈലൻസ് കൃത്യമായിട്ട് വീഡിയോ എടുത്ത് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് പല ബോർഡർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും ഈ ബോർഡർ ക്രോസ് ചെയ്ത് ഈ ഒരു അഭയാർത്ഥികൾ കയറി പോകുന്നുണ്ട് അമേരിക്കയിലോട്ട്. ഇവർ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവർ കയറി പോകുന്നത് കണ്ടുകൊണ്ട്. ഒരു രാജ്യത്തിന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന പണിയാണ്. പേരിന് വേണ്ടിയെങ്കിലും തടഞ്ഞു നിർത്തണ്ടേ? അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെ വാൺ ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, മെക്സിക്കോ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക, നിങ്ങൾക്ക് ഞാൻ 25% ഇനിയും ടാക്സ് വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെടാൻ പോകുന്ന പാട് ചില്ലറയല്ല എന്നുള്ള രീതിയിൽ ഒരു താക്കീതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ മെക്സിക്കോയെ ട്രംപിന് അമേരിക്കയോട് ചേർക്കണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. പക്ഷെ മെക്സിക്കോയ്ക്ക് കൃത്യമായിട്ടൊരു ബോർഡർ ലൈൻ സെറ്റ് ചെയ്യണം എന്നുള്ള താല്പര്യമാണ്. മെക്സിക്കോയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോർഡർ ലൈൻ സെറ്റ് ചെയ്യണം, ഈ ഒരു അഭയാർത്ഥി പ്രവാഹം, ഈ ഒരു ഇല്ലീഗൽ മൈഗ്രന്റിനെ തടയണം എന്ന് തന്നെയാണ് ട്രംപ് വിചാരിക്കുന്നത്. പക്ഷെ അത് സാധിക്കാത്ത പക്ഷത്തിൽ ഒരു പക്ഷേ കുറച്ച് സ്ഥലം കൂടെ മെക്സിക്കോയുടെ സ്ഥലം അമേരിക്ക കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഷെൽട്ടർ അടിച്ചു കൊടുക്കാം, താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ അമേരിക്കയെ ചുറ്റിപ്പറ്റി ഇതായിരിക്കും ചർച്ച. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഗ്ലോബൽ ഇമ്പാക്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജിയോ പൊളിറ്റിക്സിൽ ഇൻഡോ പസഫിക്കില് അമേരിക്കയുടെ ഫോക്കസ് കുറച്ച് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ കുറച്ചുകൂടെ ഡോമിനേറ്റഡ് ആയിട്ട് ഇൻഡോ പസഫിക്കിൽ ഇറങ്ങേണ്ട സാഹചര്യമാണ്. അപ്പം ഇത് അമേരിക്ക കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് അമേരിക്കയുടെ ഭാഗത്തുള്ള എക്സ്പാൻഷൻ തിയറിയുമായിട്ട് പോയി കഴിയുന്ന ആ ഒരു സമയത്ത് ചൈന ഇൻഡോ പസഫിക്കിൽ കൂടുതൽ കളിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ക്വാഡ് സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതപ്പെടുന്ന ഇന്ത്യ അതിനുവേണ്ടി ഇറങ്ങി കളിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ചൈനയുമായിട്ട് തൽക്കാലം ഉണ്ടാക്കിയ ആ ഒരു ലഡാക്ക് ഭാഗത്തൊക്കെ ഉണ്ടാക്കിയ ഒരു ഡീഎസ്കലേഷൻ, ഡിസ്എൻഗേജ്മെന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു മിലിറ്ററി അതൊക്കെ ടെമ്പററിയാണ്. അതൊക്കെ ചൈന വീണ്ടും കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. വീണ്ടും ചൈന ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് വരുന്നത്. ഏറ്റുമുട്ടുന്ന പറഞ്ഞാൽ ചൈന ഒരിക്കലും ചൈനയുടെ ഒരു ഡിപ്ലോമസി അനുസരിച്ച് എവിടെയും യുദ്ധം ചെയ്തില്ല കേട്ടോ. അവരെപ്പോഴും ഡയലോഗാണ്. പിന്നെ ഇങ്ങനെ മിലിറ്ററി ഒക്കെ കൊണ്ടുവന്ന് നിർത്തി കുറച്ച് ഷോ ഒക്കെ കാണിക്കും. അല്ലാതെ അവർ ഇതുവരെ പോയിട്ട് അങ്ങനെ എഫക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്ത ചരിത്രമൊന്നുമില്ല. ആകെ കൂടെ ഒരു അബദ്ധത്തിൽ 1962 ഇന്ത്യയുമായിട്ട് സംഭവിച്ചാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതും സംഭവിക്കില്ലായിരുന്നു. ആ രീതിയിലാണ് ചൈന മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇൻഡോ പസഫിക് മേഖലയിൽ ഫോക്കസ് ചെയ്യേണ്ട സാഹചര്യമാണ് ട്രംപിന്റെ കാലഘട്ടത്തിൽ വരുന്നത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.